ശിവൻ മരിച്ചോ ഇല്ലയോ? ഇല്ല, ഇതുവരെ മരിച്ചില്ല. എങ്ങനെയാ പറയുന്നേ? ശിവാനന്ദം മരിച്ചെങ്കിൽ ജയിലിൽ ഇങ്ങനെയല്ല ഇരിക്കുക. TV ലൈവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മുഴുവൻ ഇത് തന്നെയായിരിക്കും സംസാരം. അവനെ അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാൻ കഴിയില്ല. അവൻ മരിച്ചിട്ടുണ്ടാവില്ല. എടാ, ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. വെറുതെ പ്രസംഗം മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കില്ല. ശിവാനന്ദൻ വിചാരിച്ച ഇവരെ ജയിലിനുള്ളിൽ വന്നു തന്നെ തട്ടും. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഒരു കുഞ്ഞിന് പോലും ഇവന്മാരെ ഇപ്പൊ വലിയില്ല. ഇവന്മാരുടെയൊക്കെ സമയം കഴിഞ്ഞു. ചുമ്മാ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടി അതാ ഇതാന്നൊക്കെ പറഞ്ഞ് വേറെ നിനക്കെങ്കിലും ഞങ്ങളെ പേടിയുണ്ടോ? പോയി ബക്കറ്റിൽ വെള്ളം എടുത്തുണ്ടോ? ഇന്നലെ രാത്രി മുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മൊബൈൽ സ്വിച്ച് ഓഫാ. ആ മുന്നേ ഉണ്ടല്ലോ, അവന് കൊച്ചു കുട്ടികളുടെ സ്വഭാവ. പക്ഷേ ഒരുപാട് പേരെ അവൻ ഒറ്റയടിക്ക് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൻ പുലിയാടാ, പുലി. നമ്മളവന് കുറച്ച് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ ശിവാനന്ദന്റെ കഥ കഴിച്ചേനെ. വക്കീലേ, ഇനി വേറൊരു ആംഗിൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവന്റെ കഥ അവര് കഴിച്ചിട്ടുണ്ടാവുമോ? നിന്റെ പേരെന്താ? രജനീകാന്ത്. രജനീകാന്ത്. നിന്റെ നാട് എവിടെയാ? ചെന്നൈ. മലയാളിയോ പാണ്ടിയോ? മലയാളി തന്നെയാ. പിന്നെന്തിനാ ചെന്നൈ എന്ന് പറഞ്ഞത്? ചെറുപ്പത്തിലൊരു ലവ് ഫെയിലിയർ ആയപ്പോ വീട് വിട്ടിറങ്ങി. പിന്നെ 12 വർഷം അവിടെയായിരുന്നു. ലവ് ഫെയിലിയറോ? നിന്റെ എത്രാമത്തെ വയസ്സിലാ? ഒരു 12 വയസ്സ് കാണും. 12 വയസ്സിൽ നിനക്ക് എന്തോന്ന് ലവ് ആടാ പന്നാപ്പോ? മര്യാദക്ക് നിന്നെ അയച്ചത് ആരാന്ന് പറയടാ. അവന്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ മഹാദേവൻ അയച്ചതാ. കണ്ടില്ലേ? ഇങ്ങോട്ട് അണ്ണാ, മഹാദേവന്റെ മോന. സംസാരിക്കേ, എന്താ പറയണെന്ന് കേൾക്കാമല്ലോ. സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിക്കേ. വേലത്തരം കാണിച്ച കുത്തി മരത്തൻ ഞാൻ. എന്താ പറ? അവനെ കൊന്നോ? ശിവാനന്ദനെ കൊല്ലാൻ പറ്റിയില്ല, മിസ്സായി പോയി. എപ്പോ കൊല്ലും? സമയം കിട്ടിയ അപ്പ തട്ടുവൻ. ശരി, നീ ഇങ്ങ് വന്നേക്ക്. പറ്റില്ല, അണ്ടർഗ്രൗണ്ടിലാ ഉള്ള. അണ്ടർഗ്രൗണ്ടോ? എവിടെയാ? അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ. എനിക്ക് പരിക്ക് പറ്റിയിരിക്കുക. ഏതോ ഒരു തെന്റെ കാലിനെ അടിച്ചു പൊടിച്ചു. നീ വെക്ക്, ഞാൻ പിന്നീട് വിളിക്കാം. നാശം. ശിവണ്ണ, അണ്ണ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഇവന്റെ തല ഞാൻ ഇപ്പൊ പീസാക്കും. കൊല്ലണമെങ്കിൽ ഉടനെ അങ്ങ് കൊല്ലടേ. ചുമ്മാ മെന്റൽ ടെൻഷൻ തരല്ലേ. എന്നെ കൊല്ലാൻ വേണ്ടി മഹാദേവൻ നിനക്ക് എത്ര രൂപ തരാന്ന് പറഞ്ഞു? 1 കോടി രൂപ. വെറും പണത്തിന് വേണ്ടി മാത്രമാണ് നീ ഇതൊക്കെ ചെയ്യാൻ തയ്യാറായതല്ലേ? എനിക്ക് നിന്നോടോ നിനക്ക് എന്നോടോ യാതൊരു വിരോധവും ഇല്ല. നീ ഒരു പ്രൊഫഷണൽ കില്ലറുമല്ല, പക്ഷെ നിനക്ക് ധൈര്യമുണ്ട്. നീ പെട്ടെന്ന് ചാകാൻ പാടില്ല, അതുകൊണ്ടാണ് വെറുതെ വിട്ടത്. നീ കുറച്ചാൾ ജീവിച്ചിരിക്കണം. നിന്റെ മുറിവുകളൊക്കെ ഭേദമാകുന്നിട്ട് നിനക്ക് ഇവിടെ തന്നെ കഴിയാം. അതല്ല, പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോവാം. പക്ഷെ നിന്നെപ്പോലൊരുത്തിന് എനിക്ക് ആവശ്യമുണ്ട്. ഡാർലിംഗ് എന്ന് വിളിക്കുന്നോടാ തെമ്മാടി. അവൻ ഈ വീട്ടിൽ നിന്ന് ഉടനെ തന്നെ പറഞ്ഞയക്കണം. നിങ്ങൾ ആരെപ്പോ കൊല്ലുന്ന ആർക്കറിയാം? നിങ്ങളുടെ റോഡിസം കാരണം അച്ഛനും അമ്മയും നേരത്തെ പോയി. ചേട്ടത്തി മരിക്കാൻ കാരണം നിങ്ങൾ തന്നെയാ. ഇതുകൊണ്ടൊക്കെയാ നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് പേടി. ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മുന്നേക്ക് വേണ്ടി മാത്രം. മുന്നേ
അച്ഛനെ ഞാൻ എന്ന് കാണുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. ഏയ് നീ എന്താടി ഇവിടെ? ഇത് എന്റെ വീടാടാ. ദാന്നോ? നീ എന്റെ ചേട്ടനെ കൊല്ലാൻ നോക്കിയല്ലേ? കിടക്ക്. രാത്രി വന്ന് കുത്തി കീറിഞ്ഞ്. ഹീറോന്നോ? നിന്നെ ഞാൻ ഹീറോടി. ഇവിടെ ഒന്ന് കാണാനില്ല. ഹായ് രജനി. നീ എന്താടി ഇവിടെ? അതാരാ നിന്റെ? അതെന്റെ ചേച്ചി. അതെയോ? അല്ല ചെറിയച്ച, ചിന്നു പറഞ്ഞ ഈ മുന്നേ ഏതാ? അവനോ? പണ്ട് ഞങ്ങൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അടുത്ത വീട്ടിലുണ്ടായിരുന്ന പയ്യനാ. രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു. ഹായ്, നിനക്ക് കോഫി വേണോ, ബോൺവിറ്റ വേണോ, ഹോർലിക്സ് വേണോ, എന്ത് വേണമെങ്കിലും തരാൻ റെഡിയായി നിൽക്കുക. അതെയോ? എങ്കിൽ മോള് പോയിട്ട് ഒരു കാര്യം ചെയ്യും, ഒരു ചായ എടുത്തോണ്ട് വാ. ഈ ഫോൺ എവിടെ വെച്ചിരിക്കുന്നേ? ഡാ, എന്റെ ഫോൺ ഇതാടാ. എടാ, വീട്ടിലേക്ക് ഫോൺ ചെയ്യണോടാ. ഡാർലിംഗ്, ഫോണും തരാൻ പറ ഡാർലിംഗ്. വീട്ടിലേക്ക് ഫോൺ ചെയ്യേണ്ടതാ. ആരടുത്ത് സംസാരിക്കാനാ? എടാ, എന്റെ അച്ഛനോട് സംസാരിക്കാനാ. നമ്പർ പറ. 04842. ഹലോ. ഹലോ, വെള്ളടിച്ച് കിടക്കും. ആരാ വിളിക്കുന്നത്? അച്ഛാ, ഇത് ഞാനാ, അച്ഛന്റെ മുന്ന. മക്കളെ, ചിന്നു നിനക്ക് ഫോൺ ചെയ്യുന്നു. അതെയോ? എപ്പോ? ഞാൻ നമ്പർ കൊടുത്തയച്ചിരുന്നല്ലോ. എടാ, നിന്നെ കാണാൻ അവൾ എത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിനക്ക് അറിയാവടാ. അച്ഛാ, ഒന്ന് നമ്പർ പറ. എഴുതിക്കോ. പേനതാടാ. എടാ, പേനതാടാ. എഴുതിക്കോ. നിക്ക് 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 നിക്ക്. പേനതാടാ. എടാ, പേനതാടാ. എടാ, പേനതാടാ. എടാ, നോക്കിക്കൊണ്ട് നിൽക്കാതെ പേന ഇങ്ങ് താടാ. മക്കളെ, വേഗം ഒന്ന് എഴുതിക്കോടാ. അച്ഛാ, ഒരു മിനിറ്റ്. മക്കളെ, അച്ഛാ പറഞ്ഞോ? 9995557299. എഴുതിയടാ. താങ്ക് യു അച്ഛാ. ഐ ലവ് യു ഡാ മക്കളെ. ഐ ലവ് യു ഡാഡി. ഫോൺ വെക്കാം, ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ ഇങ്ങോട്ട് കാണാം. ഇപ്പൊ നീ ആർക്ക് ഫോൺ ചെയ്യാൻ പോവാ? എന്താ ആവശ്യമില്ലാതെ ചുമ്മാ കയറി ഇങ്ങ് കൊണക്കരുത്. തീർത്ത് കളയും തന്നെ ഞാൻ. എടാ, മാറ് 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 മാറ്. എടാ, ഏതെങ്കിലും വണ്ടി കൊടുക്കും താടാ. അത് സ്കൂട്ടർ ആയിരുന്നാലും കാർ ആയിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. ഓ, ഇതാരാടാ എന്റെ കാലിനെ തല്ലി ഓടിച്ചത്? ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ് വേണം. 9955568834. മേഘന. കൊള്ളാലോ. ചിന്നുന്റെ പേര് മേഘന എന്നാണോ? ഈ അഡ്രസ് ഒന്നും വേണ്ട. നിങ്ങൾ കണക്ഷൻ തരുമ്പോ ഒരു ഫോട്ടോ ഒന്ന് വാങ്ങിക്കില്ലേ? ആ ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കേ. നീയാണ് എന്റെ ചിന്നു. നിന്റെ വീട്ടിലാണോ ഞാൻ?